ഡൽഹിക്കാർ കേജ്രിവാളിൻ്റെ ചൂല് ഒടിച്ച് മടക്കി ദൂരെ കളഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബേസിക്കലി നമ്മൾ നെഗറ്റീവ് മീനിങ് ഉള്ള സാധനം ചൂല് കൊണ്ടടിക്കുക അതൊക്കെ പറയുന്ന പോലെ ഇന്ത്യയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ലോകത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ചൂലാണ് പുള്ളി അവരുടെ പാർട്ടിയുടെ ചിഹ്നമായിട്ടെടുത്ത് ചൂല് കൊണ്ടെല്ലാം ക്ലീനാക്കുക, അഴിമതി ക്ലീനാക്കുക. മനസ്സിലാക്കുക, ഡൽഹി എന്ന് പറയുന്നത് BJPയുടെ കോട്ടയായിരുന്നു. അതിനെ മാറ്റിയത് ഈ ഷീലാ ദീക്ഷിതാണ് വീണ്ടും തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്ന് 3 ടൈം. അതുകൊണ്ടാണ് 27 വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഡൽഹി എന്തുകൊണ്ടാണ് ബേസിക്കലി BJPയുടെ കോട്ടയാകാൻ കാരണം കൂടുതൽ ആൾക്കാർ ഹിന്ദുക്കൾ, പഞ്ചാബികൾ, പാകിസ്ഥാനിൽ നിന്ന് വന്നവരായിരുന്നു കൂടുതൽ അവർ വോട്ടിംഗ് പേഴ്സൺ. കാരണം അവർ മിഡിൽ ക്ലാസ് ആയിരുന്നു. പിന്നീട് അവർ ബേസിക്കലി ഒരു കച്ചവടക്കാരും ട്രേഡേഴ്സും ഈ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അവർ ഈ പാകിസ്ഥാനിൽ അനുഭവിച്ച പ്രശ്നങ്ങൾ, അതായത് ഇസ്ലാമിക കാരണം അവിടെ ശരിക്കും ഇവരെ ക്രൂരമായിട്ട് ദ്രോഹിച്ചു ഇന്ത്യ പാക് ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അതിൻ്റെ പേരിലാണ് പണ്ട് മുതലേ, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും കൂടുതൽ BJPക്ക് അനുകൂലമായിട്ട് മാറിയൊരു സ്റ്റേറ്റാണ്. കാരണം കോൺഗ്രസിനെ കൊണ്ട് ഒരിക്കലും അവരെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില സന്ദർഭങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ മർഡർ, രാജീവ് ഗാന്ധിയുടെ മർഡർ, അതായത് ആ ഒരു സന്ദർഭത്തിൽ മാത്രമേ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ പാർലമെൻറ്റ് ഇലക്ഷനിലൊക്കെ, ആ ചില സന്ദർഭങ്ങളിൽ മാത്രം. പിന്നെ പഴയ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്തൊക്കെ ജയിച്ചിട്ടുണ്ട്. പിന്നീടത് ഒരു BJP സ്റ്റേറ്റായിട്ടങ്ങ് മാറി. BJPക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള സ്റ്റേറ്റായിട്ടങ്ങ് മാറി. പിന്നെ ഇന്തൂസിയാസ്റ്റിക്കാണ്, വളരെ കാര്യമായിട്ട് ജോലി ചെയ്യാൻ അറിയാം. ഇപ്പം ഡൽഹിയുടെ ഒരു കൾച്ചറും ഉണ്ട്. കാരണം അവരെന്തും ചെയ്യുന്നൊരു കൾച്ചറാണ് ഡൽഹിയുടെ കൾച്ചർ. പിന്നെ പവർ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യയുടെ പവറിൻ്റെ ക്യാപിറ്റലാണ്. അതിൻ്റെ കോറിഡോർസ് ഓഫ് പവറാണ്. ഗവൺമെൻറ് ജീവനക്കാരാണ് അധികവും, സ്റ്റേറ്റിൻ്റെ ജീവനക്കാർ. പക്ഷേ കൂടുതലും ട്രേഡേഴ്സ്, ഏകദേശം 30,000-ഓളം പേരുണ്ട്. ഇപ്പോൾ ചോദിക്കും, ഇതിനിടയിലോട്ടാണ് കേജ്രിവാൾ കയറി വരുന്നത്. അത് ഇഷ്യൂ നിങ്ങൾക്കറിയാം, ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ വന്നു കഴിഞ്ഞ ശേഷം ഡൽഹിയുടെ ലോവർ മിഡിൽ ക്ലാസ്സിനെ അവരുടെ ഏറ്റവും വലിയ ഫ്യൂച്ചർ ലീഡറായിട്ട് കേജ്രിവാൾ മാറി. സത്യമാണ്, എല്ലാവർക്കും പറ്റിയ ഒരു സംഭവം തന്നെയാണ്. കേജ്രിവാൾ ഇന്ത്യയുടെ ഫ്യൂച്ചർ ലീഡറായിരിക്കും, ഇന്ത്യയെ മാറ്റുന്ന, കറപ്ഷൻ മാറ്റുന്ന ഒരു ലീഡറായിരിക്കും. ഇവിടെ ഇതിനാണ് ഈ ചൂലെന്ന് പറഞ്ഞ ക്ലീനിങ് സംഭവമായിട്ട് ഇതിനെ മാറ്റി ചൂലെല്ലാം കൂടെ അടിച്ച് ഇത് ജാഡു എന്നാണ് ഹിന്ദി പറയുന്നത്. അപ്പം അങ്ങനെ കയറി വന്നൊരു പാർട്ടി അതിനെ തിരിച്ച് ആ ചൂലെല്ലാം കൂടെ മടക്കി ഓടിച്ച് കേജ്രിവാളിൻ്റെ മണ്ടക്കടിക്കുന്ന രീതിയിൽ ഇപ്രാവശ്യത്തെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഡൽഹിക്കാരത്ര മണ്ടന്മാരല്ല. അതായത് അവർ മനസ്സിലാക്കി ഇയാളെന്ന് പറഞ്ഞ കേജ്രിവാൾ എന്ന് പറയുന്നയാൾ ഒരു രാജ്യദ്രോഹിയാണ്. ഒന്നാമത്തെ ഇഷ്യൂ. ഇയാളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡൽഹി എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് ഒരു ഗ്ലോബൽ സിറ്റി ആയിട്ട് മാറാൻ പാടാണ്. ഇതൊക്കെ അതിൻ്റെ ഘടകമാണ്. ഒരു പോയിന്റ്, ചില പോയിന്റുകൾ ശ്രദ്ധിച്ചോളാം. ഇന്ത്യയിലെ മിഡിൽ ക്ലാസിൻ്റെ പർച്ചേസിങ് പവർ കൂടി, അല്ലെങ്കിൽ ബൈയിങ് പവർ കൂടി. അവർ ലോകത്തെ കാണാൻ തുടങ്ങി, ലോകത്തിൻ്റെ വിവിധ സിറ്റികൾ കാണാൻ തുടങ്ങി. അവർക്കെല്ലാം പിടികിട്ടി എന്താണ് ഡൽഹി, ഇതുണ്ട്, എന്തുകൊണ്ട് ഡൽഹി മുന്നോട്ട് വരുന്നില്ല, ഇവിടെ ഇഷ്ടം പോലെ പണമുണ്ട്, ഇതിനെ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഈ പറയുന്ന രീതി ക്ലീനും നീറ്റും ഹൈജീനുമായിട്ട് പോകാത്തത്, എന്തുകൊണ്ടാണ് ഇത്രയും വർഷം കേജ്രിവാൾ ഭരിച്ചിട്ട് ഡൽഹിയിൽ ഈ പൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു അറുതി വരാത്തത്, എന്തുകൊണ്ടാണ് ഇത്രയും വർഷം കേജ്രിവാൾ ഭരിച്ചിട്ട് ഡൽഹി സിറ്റി ഇതേപോലെ നാശകരം വൃത്തികെട്ട സിറ്റിയായി മാറിയത്, എന്തുകൊണ്ടാണ് ഇത്രയും വർഷം കേജ്രിവാൾ ഭരിച്ചിട്ട് ഡൽഹിയിലുള്ളവർക്ക് കുടിവെള്ളം കിട്ടാത്തത് ചോദ്യമാണ്. ഇതിനൊന്നും ഉത്തരം കൊടുക്കാൻ ഈ വൃത്തികെട്ട കേജ്രിവാളിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഡൽഹിക്കാർ ചൂലെല്ലാം കൂടെ മടക്കിയത് ദൂരെ. പക്ഷേ അവിടെ കേജ്രിവാളിൻ്റെ പാർട്ടിക്ക്, ആം ആദ്മി പാർട്ടിക്കെതിരെ കൗണ്ടർ ചെയ്യാൻ BJPക്ക് ഒരു നേതാവില്ലായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനം. ഇത്രയും നാളും 27 വർഷം BJP കാത്തിരുന്നതിൻ്റെ കാര്യം അതാണ്. പല നേതാക്കളും വരും പോകും. ആ ഒരു സന്ദർഭത്തിലാണ് കേജ്രിവാളിനെതിരെ നെഗറ്റീവ് വോട്ട്. മനസ്സിലാക്കുന്നത് BJPക്ക് അനുകൂല ട്രെൻഡൊന്നുമല്ല, കേജ്രിവാളിനെതിരെയുള്ള നെഗറ്റീവ് വോട്ടാണ് അവിടെ BJPക്ക് ഇത്ര സീറ്റ് കിട്ടാനും കേജ്രിവാൾ ഉൾപ്പെടെയുള്ളവരുടെ തോക്കാനും ഉണ്ടായ കാരണം. അതാണ് എൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി. അല്ലാതെ അവിടെ BJP ട്രെൻഡ് അല്ല. പക്ഷെ മോദിക്ക് ശക്തമായി പിന്തുണയ്ക്കുന്നവരുണ്ട് ഡൽഹിയിൽ. കാരണം മോദിയെ പിന്തുണയ്ക്കുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്
ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മോദിക്ക് സുപ്രധാനമായ പങ്കുണ്ട്. അതിൽ BJPക്ക് പങ്കുണ്ട്. അതുകൊണ്ടാണ് രണ്ടാവർത്തി അവിടെ BJP അധികാരത്തിൽ വന്നപ്പോൾ, കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ കേജ്രിവാളിനെ അവിടെ അധികാരത്തിൽ കൊണ്ടുവന്നു. BJPക്ക് വോട്ട് ചെയ്തത് തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻ്റെ രസം. കോൺഗ്രസിൻ്റെ പാർട്ടി എന്നേക്കുമായിട്ട് ഇല്ലാതായി. മറ്റൊരു പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിസം, അതായത് അവസരവാദപരമായ കോൺഗ്രസിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ നിലപാട്. 4 മാസം മുമ്പ് തോളിൽ കൈയിട്ട് നടന്നവർ, അതായത് കോൺഗ്രസും ആം ആദ്മി പാർട്ടി, ഈ ഇലക്ഷൻ ആയപ്പോൾ രണ്ടായിട്ടങ്ങ് തിരിഞ്ഞു, അടിയുണ്ടായി. ഇതൊക്കെ കാണുന്ന ജനങ്ങളുണ്ടല്ലോ. അപ്പം അവരുടെ അന്നത്തെ ഡിമാൻഡ് എന്തുമായിരുന്നു? മോദിയെയും BJPയെയും പുറത്താക്കാൻ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ. അപ്പോഴവിടുത്തെ ജനങ്ങൾക്ക് പിടികിട്ടി ഇതിനീ പറയുന്നത് മിലി ജൂലിക്കാരും പല ആൾക്കാരും കൂടെ കൂട്ടിവെച്ചുള്ള സർക്കാരിനെ പറ്റിയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇത് ഇന്ത്യക്ക് നാശമാണ്. അതുകൊണ്ടാണ് ഡൽഹിക്കാർ വീണ്ടും മോദിയെയും BJPയെയും വിജയിപ്പിച്ചത്. അതാണ് അതിൻ്റെ പ്രധാന ഘടകം. ഇപ്പം ഡൽഹിക്കാർക്ക് മറ്റൊരു കാര്യം കൂടെ പിടികിട്ടി. കേജ്രിവാൾ എന്ന് പറഞ്ഞ ദുഷ്ടൻ, അതായത് വൃത്തികെട്ടവൻ, ഈ സ്റ്റേറ്റിനെ, അവിടെയുള്ള ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളാണ്. കണ്ണിൽ പൊടിയിടുക എന്ന് മന്ത്രം മാത്രമാണ് ഇയാൾക്കുള്ളത്. അതുകൊണ്ട് ഇയാളെ തോൽപ്പിക്കുക. അതാണ് പ്രധാനമായിട്ടുള്ള പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അവിടെ കേജ്രിവാൾ ചെയ്ത പരിപാടിയുണ്ട്. ഇപ്പം നേരത്തെ ബംഗ്ലാദേശിൽ നിന്ന് പല ആൾക്കാർക്കും പല പോക്കറ്റുകളിലും അവർക്കെല്ലാം വോട്ടിംഗ് ഉണ്ടാക്കി കൊടുത്തു. കള്ള രീതിയിലുള്ള ആധാർ കാർഡൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നത് ഈ ആധാർ സ്കാനിങ് കൊണ്ടുവരണം, അത് സ്ട്രിക്റ്റ് ആയിട്ട് ഉണ്ടാക്കണം. കാരണം ഇയാൾക്ക് ഏത് ആൾക്കാരെയും കൊണ്ടുവന്നിട്ട് ഫ്രീ ആയിട്ട് പണം കൊടുക്കുന്നു, അരി കൊടുക്കുന്നു, റേഷൻ കൊടുക്കുന്നു, ബസ്സിൽ പോകുന്നു, അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുക. അതിനെ ഡൽഹിയിലുള്ള മിഡിൽ ക്ലാസ്സിന് മനസ്സിലായി അത് അവരുടെ ലൈഫിനെയാണ് ബാധിക്കുന്നത്. കാരണം അവരുടെ ലൈഫ് ഇല്ലാതാക്കാൻ വേണ്ടിയാണ് കേജ്രിവാൾ ഈ പറയുന്ന ആൾക്കാർക്ക്, ഡൽഹിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആൾക്കാർക്ക് ഇയാൾ വോട്ടും ഓരോ സാധനങ്ങളും കൊടുത്ത് അവരെ നശിപ്പിക്കുകയാണ്. ഡൽഹി എന്ന് പറയുന്ന ക്യാപിറ്റൽ സിറ്റിയിൽ വെള്ളമില്ലാത്തൊരു നഗരം ഒന്ന് ആലോചിച്ച് നോക്കുക. അത് മുഴുവനും ഈ സ്റ്റേറ്റിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൊളാപ്സാണ്. ഡൽഹി ജൽ ബോർഡുണ്ട്, അത് വളരെ വർഷങ്ങളായിട്ടുള്ള സംഭവം, അതിനെ പോലും നശിപ്പിച്ചു. അല്ലേ, അവിടെ ഡൽഹിയിൽ ഈ ടാങ്കിലാണ് വെള്ളം കൊടുക്കുന്നത് പല അപ്പാർട്ട്മെൻറ്റിലും. അപ്പോൾ ഒരു ടാങ്കർ മാഫിയ ഉണ്ട്, അത് മുഴുവൻ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളാണ്. ഈ കേരളത്തിൽ ഇത് പറയുന്നത് നിൻ്റെ റിയാലിറ്റി അറിയ സംഭവം. ചില സന്ദർഭങ്ങളിൽ ചില അപ്പാർട്ട്മെൻറ്റുകളിൽ വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ എന്താ, കാരണം അവർക്ക് ജോലിക്ക് പോകാനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡൽഹിക്കാർ ബേസിക്കലി രാവിലെ എണ്ണിച്ച് ജോലിക്ക് രാത്രി വരുന്നവരാണ്. അവിടെ ഓഫീസുകളിൽ വെള്ളമില്ല, വല്ലാത്ത സ്ഥിതിയായി. പൊല്യൂഷൻ സമയത്ത് തണുപ്പ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഹൈലി പൊല്യൂട്ടഡ് ആവുന്നു, സമ്മർ അങ്ങോട്ട് തുടങ്ങുമ്പോൾ വെള്ളമില്ലാതാവുന്നു. അത്ര മോശമായി ഡൽഹി ഭരിച്ച ആ അരവിന്ദ് കേജ്രിവാളിനെയും കൂട്ടിനെയും കേരളത്തിലുള്ള വിചാരിച്ച അയാളെ വീണ്ടും ജയിപ്പിക്കുമെന്ന്, അയാളെ തോൽപ്പിക്കുക തന്നെ ചെയ്തു. അതുകൊണ്ടാണ് മുസ്ലിം ഭൂരിപക്ഷം പ്രദേശത്തും കേജ്രിവാളിനെ തോൽപ്പിച്ചത്. ഡൽഹിക്കാർക്കറിയാമല്ലോ, അവർ മടുത്തു കഴിയുമ്പോൾ ഒരു ദൂരെ കളഞ്ഞു, അയാളുടെ ചൂലടിച്ച് ദൂരെ കളഞ്ഞ്. ഇനി ഉണ്ടാകാൻ പോകുന്ന ആം ആദ്മി പാർട്ടിയുടെ പല വോളണ്ടിയേഴ്സ് ഉണ്ട്, അവരെ ഡൽഹിയിലെ തെരുവിലിട്ടടിക്കും. അതും കണ്ടോണം, അതിൻ്റെ വാർത്ത ഇനിയും വരാൻ പോവുകയാണ്. കാരണം അത്ര അമർഷമാണ് ഇവരോട്. ഇപ്രാവശ്യം പല ആൾക്കാരും വീടുകളിൽ വോട്ട് ചെയ്യാൻ പോയിട്ട് പോലും ഇവർ ചോദിക്കുക, അവരെ പോലും വീടുകളിൽ പോലും കയറ്റിയില്ല. അതായത് കേജ്രിവാൾ എന്ന് പറഞ്ഞ മനുഷ്യനെ കംപ്ലീറ്റ് ആയിട്ട് ഡൽഹിക്കാർ എക്സ്പോസ് ചെയ്ത് കൈ കൊടുത്തു. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതേപോലെയുള്ള ആൾക്കാരെ മുഴുവനും ഒറ്റപ്പെടുത്തുക എന്നുള്ളത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ്. അതിന് ഞാൻ ഇതിന് മറ്റൊരു സംഭവമുണ്ട്. ഡൽഹിയിൽ ഇഷ്ടം പോലെ ലെഫ്റ്റ് ലിബറൽ ബുദ്ധിജീവികളുണ്ട്, പത്രക്കാരും മറ്റുള്ള സാമൂഹ്യ സംഘടനകളും NGOs ഒക്കെ ഉണ്ട്. ബേസിക്കലി അവർക്കൊക്കെ അറിയാം ഒരു കാരണവശാലും ലെഫ്റ്റ് അവിടെ അധികാരത്തിൽ വരത്തില്ല. ഇവരെല്ലാം കേജ്രിവാളിൻ്റെ ആളുകളാണ്. അതായത് വലിയൊരു കൂട്ടം ജേർണലിസ്റ്റുകൾ, അതേപോലെ വലിയൊരു കൂട്ടം NGOയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർക്കെല്ലാം ഇഷ്ടം പോലെ പണമാണ് ഇയാൾ കൊടുക്കുന്ന പല രീതിയിൽ. അവരൊക്കെ ഉണ്ടാക്കി വെച്ച ഒരു കപടത, ഒരു കച്ചവടം എന്ന് പറയുന്നത് അതും കൂടെ പുളിഞ്ഞങ്ങ് വീണു. ഇതോടുകൂടി ഉണ്ടാകാൻ പോകുന്നത് ഈ കേജ്രിവാളിനെ പിന്തുണച്ച് ഈ ബുദ്ധിജീവികളെല്ലാം അവിടുന്ന് സ്ഥലം വിടും. അതിനെയാണ് ഇടയ്ക്ക് പ്രധാനമന്ത്രി ഖാൻ മാർക്കറ്റ് മാഫിയ എന്ന് പറയും. അതായത് ഖാൻ മാർക്കറ്റ് എന്ന് ഡൽഹിയിലൊരു മാർക്കറ്റാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നല്ല VIP ഏറിയാണ്.
അവിടെയാണ് ഇത് ഒത്തുകൂടി ആലോചനകളൊക്കെ ചെയ്യുന്ന മോദിയെ എങ്ങനെ മറിക്കണം, BJP എങ്ങനെ മറിക്കണം, എങ്ങനെ മറ്റുള്ളവരെ പ്രധാനമന്ത്രിയാക്കണം. ഒരു ഇൻ്റലക്ച്വൽ പ്ലേസാണ് ഈ സംഭവം അറിയുക, ഖാൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഖാൻ മാർക്കറ്റ് മാഫിയ എന്ന് ഈ കേജ്രിവാളിൻ്റെ തോൽവിയോടുകൂടി അവന്മാരും ഇല്ലാതാകും. അതായത് വലിയ ഡിസ്റ്റർബ് ചെയ്യുന്ന ഈ മാഫിയകളാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയിട്ട് ഇന്ത്യക്കെതിരെ മോദിക്കെതിരെ നിരന്തരമായി, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോയി, ഇവിടെ ഭരണഘടനയില്ല, അതിൻ്റെ ഭാഗമാണ് ഈ ധ്രുവറാത്തി എന്ന് പറയുന്നയാൾ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു പ്രോഡക്റ്റാണ്. അതേപോലെയുള്ള പ്രോഡക്റ്റ് പലയിടത്തുണ്ട്. അപ്പം ആ പ്രോഡക്റ്റുകളെല്ലാം സംഭാവന ചെയ്തതിൻ്റെ പിറകിൽ അരവിന്ദ് കെജ്രിവാൾ, ധ്രുവറാട്ടിയുടെ പുറകിലാരാ? അരവിന്ദ് കെജ്രിവാൾ പൂർണ്ണമായിട്ടും ഇല്ലാത്ത കെട്ടുകഥകൾ മുഴുവനും ഉണ്ടാക്കുക, അതിന് ഓരോ സ്റ്റോറികൾ ഉണ്ടാക്കുക, അത് സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രചരിപ്പിക്കുക. സോഷ്യൽ മീഡിയ പ്രോഡക്റ്റാണ് അരവിന്ദ് കെജ്രിവാൾ, ആ പാർട്ടി പോലും. അതായത് ചൂലിനെ അടിച്ചോടിക്കുക മാത്രമല്ല, താമര ശക്തമായിട്ടാണ് വിരിയുന്നത്. അതുകൊണ്ട് ഡൽഹിയുടെ നല്ല നാളുകൾ തിരികെ വരികയാണ്. ഇത് സത്യം പറഞ്ഞ ഒരു ഡൽഹിക്കാരനായി എനിക്ക് ഇത് വലിയ സന്തോഷമുണ്ട്. കാരണം ഈ മനുഷ്യനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന് ആദ്യമായി പലരോടും പറഞ്ഞു ഞാൻ തന്നെ. കാരണം വെറും വൃത്തികെട്ടവരാന്ന് പറഞ്ഞു, 1% പോലും വിശ്വസിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ എന്നെ എതിർത്ത പല ആൾക്കാരുണ്ട്. ഈ ആശിഷ് കേതനാണെങ്കിലും ഈ യാദവ് ആണെങ്കിലും പല ആൾക്കാരും ഉണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞ ലൈനിലോട്ട് അവർ ചിന്തിച്ചു. അവർ തന്നെ സംഭവിച്ചു, നീ പറഞ്ഞ സത്യമാണ്. 1% പോലും ഇന്ത്യയിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് കേജ്രിവാൾ. അത് ഡൽഹിക്കാരൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ കൊണ്ടുവന്ന ചൂലെടുത്ത് അയാളുടെ തലമണ്ടയ്ക്ക് തന്നെ അടിച്ചു. അതാണ് ഡൽഹിക്കാരുടെ കാവ്യനീതി, പോയറ്റിക് ജസ്റ്റിസ് എന്ന് പറയുന്ന രീതിയിലാണ് കേജ്രിവാളിന് കിട്ടിയത്.